50 കാണും. 50 ഉള്ളൂ. ഇതാരൊക്കെയാണെന്നറിയോ? വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ എലിക്കുട്ടിയമ്മ തന്നെ പല്ലൊക്കെ തേച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ പോയി കറങ്ങി വരുന്ന ഭാഗമാണ് രാവിലത്തെ. രാവിലെ എന്നാ അമ്മേ കഴിച്ചേ? രാവിലെ എന്നാ കഴിച്ചേ? കാപ്പി കുടിച്ചത് എന്നതാ രാവിലെ കഴിച്ചേ? എന്നതാ കഴിച്ചേ? അത് കൂട്ടാണോ കഴിച്ചേ? എന്നാ അമ്മ കഴിച്ചേ ഇന്ന്? രാവിലെ കാപ്പി കുടിച്ചെന്നാ? എന്നതാ രാവിലെ കാപ്പി കുടിച്ചേ കഴിച്ചേ? രാവിലെ എന്നതാ കഴിച്ചേ? എന്നാ കഴിച്ചേ? എന്നാ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ കഴിച്ചോണ്ടിരുന്നപ്പോൾ. കഴിച്ചോണ്ടിരുന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഇത് ഇന്നതാന്നൊക്കെ. കഴിച്ചോണ്ടിരുന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്നതാ സാധന ഇത് എന്നൊക്കെ. ആരും പറയാതെ തന്നെ. ചക്കപ്പുഴുക്കാണോ കഴിച്ചേ? ചക്കപ്പുഴുക്കാണോ കഴിച്ചേ? ആണോ? ചക്കപ്പുഴുക്കാണോ കഴിച്ചേ? ആ, ആണോ? അമ്മയ്ക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞേ. ഉണ്ടോ? കറി എന്നായിരുന്നു? കറി എന്നായിരുന്നു? കറി മീൻകറി ആയിരുന്നോ? അത് മാറിപ്പോയി. മീൻകറി അല്ലായിരുന്നു. അതമ്മ പറഞ്ഞത് മാറിപ്പോയി. ബാക്കിയൊക്കെ ശരിയാ. കറി പറഞ്ഞത് മാത്രം മാറിപ്പോയി, ബാക്കിയൊക്കെ ശരിയാന്നാ പറഞ്ഞേ. ഇന്നലെ എപ്പോഴാ കിടന്ന് ഉറങ്ങിയേ? വൈകിട്ട് കിടന്ന് വർത്താനം പറച്ചിലായിരുന്നല്ലോ. പശുവിനെ കെട്ടണ കാര്യോ ആടിനെ കെട്ടണ കാര്യോ അതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നല്ലോ. എന്നാ മിണ്ടായിരിക്കണമെന്ന് അമ്മ നോക്കണം. നീ എന്നാ മിണ്ടായിരിക്കണമെന്നാണ് അമ്മ നോക്കാൻ. നമ്മുടെ പെട്ടിയും കെട്ടിലൊക്കെ ഇരിക്കുന്നിടത്തല്ലേ കിടക്കുന്നേ? നമ്മുടെ കട്ടിലല്ലേ കിടക്കുന്നേ? ഇങ്ങനെ മറുപടി പറയുന്നതിന് പകരം മൂളി കേൾപ്പിക്കുമല്ലേ? അങ്ങനെ മൂളുന്നതാ. അതൊരു മൂളലൊരു ശീലമായി ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇച്ചിരി നടക്ക്. രാവിലെ കാപ്പി കുടിച്ചല്ലേ? ഇന്നലെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു പറയാം. ഇതുപോലെ രാവിലെ ക്ഷീണമൊക്കെ മാറട്ടെ. ഇന്നലെ ഉറക്കം ഇച്ചിരി കുറവഞ്ഞു പോയി. വൈകിട്ട് ഇന്നലെ കിടന്ന് വർത്താനം പറച്ചിലായിരുന്നു. 12 മണി 1:30 വരെയൊക്കെ കിടന്ന് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിയത്. അതിൻ്റെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഇച്ചിരി കാണും. പകൽ ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ? സ്ഥലമില്ലേ? അയ്യോ, സ്ഥലമൊക്കെ ആര് കൊണ്ടുപോയി? എലിക്കുട്ടിയമ്മ കിടക്കണ സ്ഥലമൊക്കെ ആര് കൊണ്ടുപോയി? ഇവിടെ കിടന്ന സ്ഥലം ആരും കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. പെട്ടിങ്കെട്ടിലേക്കോ? പെട്ടിങ്കെട്ടിലേക്കാ? സ്ഥലം ആർക്കും ചോന്നുകൊണ്ട് പോകാൻ പറ്റിയല്ലോ. സ്ഥലമേ ആർക്കും കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെ കൊണ്ടുപോകും? മാന്തി കൊണ്ടുപോകും സ്ഥലം, മണ്ണൊക്കെ. അതേ പറ്റുള്ളൂ. പെട്ടിയും കെട്ടിലൊക്കെ എടുത്തോണ്ട് പോവാം. എലിക്കുട്ടിയമ്മയുടെ പെട്ടിയും കെട്ടിലൊക്കെ എടുത്തോണ്ട് പോയെങ്കിലേ ഉള്ളൂ കിടക്കണത്. അല്ല സ്ഥലവും മുറിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ചെരിപ്പെട്ടുന്ന കാര്യം മറന്നുപോയി. അവിടെ പ്രാർത്ഥനയിലാണ്, അതുകൊണ്ടാണ് മിണ്ടാത്ത ആക്ഷൻ കാണിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതാണ് ആക്ഷൻ കാണിക്കുന്നത്. മിണ്ടാത്തതുകൊണ്ടാണ് അമ്മ തെരെ ചോദിക്കുന്നത് അല്ലേ? കിടന്നോ നീ വേണമെങ്കിൽ. ഇച്ചിരി ഇന്നലെ വൈകിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കിടക്കുമല്ലോ ഞാൻ. വൈകിട്ട് ഇന്നലെ ഉറക്കം കുറവായിരുന്നു. വെളുക്കപ്രായപ്പോഴത്തേനും കണ്ടാ കിടന്നുറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് അങ്ങ് ഉറങ്ങി. ഇപ്പോഴത്തെ പനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉരുണ്ടും പറഞ്ഞ കിടപ്പാ കൂടുതലും. അതാണോ പെട്ടിയും കെട്ടിലൊക്കെ? എലിക്കുട്ടിയമ്മയുടെ പെട്ടിയും കെട്ടിലൊക്കെ അതാണോ?
ആണോ ആണോ അതാണോ പെട്ടിങ്കട്ടിലൊക്കെ നോക്കിക്കേ അത് തന്നെയല്ലേന്ന് ഇവിടെ പശുക്കിടാവ് അവിടെ ഉണ്ടോ അമ്മേ നമ്മുടെ പശുക്കിടാവ് അവിടെ ഉണ്ടോ നമ്മുടെ പശുക്കിടാവ് അവിടെ ഉണ്ടോന്ന് ചെരുപ്പ് കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ അവിടെയാണ് ചെരുപ്പ് കൊണ്ടിട്ടിരിക്കുന്നത് നമ്മൾ ചെരുപ്പ് ഇടുന്ന കാര്യം എപ്പോഴും മറന്നു പോകുക ചെരുപ്പ് തട്ടി അങ്ങ് കൊണ്ടിടുക ചെരുപ്പ് ഇട്ടിട്ട് നടക്കണം കാണുമ്പം ഓർക്കുമ്പോൾ എടുത്തിട്ടോണം കേട്ടോ ഇപ്പം ചെരുപ്പൊക്കെ എടുത്തിടുന്നുണ്ട് അങ്ങ് മാറ്റി വെച്ച് കൊടുത്തപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇടണ്ട നടക്കുമ്പോഴാണ് ഇടേണ്ടത് ഇരിക്കുമ്പോഴല്ല ചെരുപ്പിട്ടിരിക്കേണ്ടത് നടക്കുമ്പോഴാണ് ചെരുപ്പിടേണ്ടത് ചില ഭാഗങ്ങളൊക്കെ ഇപ്പം മറന്നുപോയിരിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ചെരുപ്പിടുന്ന കാര്യം അതുപോലെ മുറി തിരിച്ചറിയാൻ പറ്റുന്നില്ല കാണുമ്പോൾ അമ്മയ്ക്ക് അറിയുന്നുണ്ട് പക്ഷെ അപ്പുറം നിന്ന് ചോദിക്കുമ്പം അയാളാന്ന് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് വരാം അമ്മ ഇരുന്ന് കിടക്കോ ഉറങ്ങുമൊക്കെ ചെയ്തോ നമ്മുടെ കിടാവ് അവിടെ ഉണ്ടോ നമ്മുടെ പശുക്കിടാവ് അപ്പോഴും നേരത്തെ അമ്മ തൊഴുത്തി നോക്കിക്കൊണ്ടിരുന്ന പശുവിൻ്റെ കിടാവിൻ്റെ ഒക്കെ എണ്ണം നോക്കി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതൊന്നും പോയി അതെല്ലാം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അവിടെ നോക്കുന്നതില്ല പറയുന്നതില്ല ഒന്നുമില്ല എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനകൾ കാപ്പിപ്പൊടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് എലിക്കുട്ടിയമ്മ പോയി കിടന്ന് പ്രാർത്ഥന തുടങ്ങിയാണ് അപ്പോൾ അതിശക്തമായ ഒച്ചയിലാണ് എലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇത് ശബ്ദം കുറഞ്ഞു വന്നാൽ കേട്ടോ ഒരു 3/4 മണിക്കൂറോളം ആയെന്ന് തോന്നുന്നു പ്രാർത്ഥന തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് ആരും കേൾക്കാനും ഇല്ലാത്തതുകൊണ്ട് എലിക്കുട്ടിയമ്മയുടെ ശബ്ദമൊക്കെ കുറഞ്ഞു വന്നു ഇപ്പം എലിക്കുട്ടിയമ്മ അവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഈ ഗ്യാസ് കയറുന്ന രീതിയിലുള്ള അതുപോലെ ശബ്ദമെടുത്താണ് അതെ ഇപ്പോൾ ഏറ്റവും വന്ന ആൾ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എലിക്കുട്ടിയമ്മ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇപ്പം ജോമോളെയൊന്നും ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് അന്വേഷിച്ച് നടക്കുവാതിരിക്കാനാണ് സാധ്യത നോക്കാം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ ഇല്ലേ ആ ഭയങ്കര ഇത്ര ഒച്ചത്തിൽ ചെല്ലണ്ട കേട്ടോ ഇത്ര ഒച്ചത്തിൽ ചെല്ലിയാലേ ഗ്യാസ് കയറും ഭയങ്കര ഒച്ചത്തിലാണ് അമ്മ ചെല്ലുന്നത് ഭയങ്കര ശ്വാസം പിടിച്ചാണ് ചെല്ലുന്നത് ഭയങ്കര ശ്വാസം പിടിച്ചാണ് ചെല്ലുന്നതെന്ന് പ്രാർത്ഥന ചെല്ലുന്നത് ആ എലിക്കുട്ടിയമ്മ അത്ര ഒച്ചത്തിലാണ് ചെല്ലുന്നത് ചെല്ലി കഴിയുമ്പോഴത്തേനാണ് ഈ ശ്വാസം മുട്ടലും ഈ മുരങ്ങലും ഞരളലും ഒക്കെ ഉണ്ടാകുന്നത് ശ്വാസം പിടിക്കാതെ ഇല്ലേ പോരെ ഇത്ര ശക്തമായിട്ട് ചെല്ലേണ്ട കാര്യമുണ്ടോ പതുക്കെ ചെല്ലിയാലും ദൈവം കേൾക്കും ഇതങ്ങ് പുറത്ത് വഴി നിൽക്കുന്ന എല്ലാവർക്കും കേൾക്കാം കേൾക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അമ്മക്ക് ശ്വാസം പിടിക്കുന്നുണ്ട് എത്ര എത്ര വർഷമായി അവിടെ രൂപം വെച്ചിട്ട് അത് കുരിശുപള്ളിയിലല്ലേ രൂപം ഇരിക്കുന്നത് ഇപ്പം എന്നാ എങ്ങനെ ശ്വാസം പിടിച്ച് പ്രാർത്ഥന ഇല്ല അമ്മയാന്നാ പറഞ്ഞത് എന്നാണല്ലോ ആ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എലിക്കുട്ടിയമ്മയുടെ ഞരങ്ങളും മൂടലൊക്കെ മാറി നിൽക്കുവാണ് ഒരു സമയത്തേന് ഉള്ള സംഭവമുള്ളോ അതോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണോ അത് അറിയത്തില്ല ഇപ്പോൾ ഇവിടെ ആരെ അനക്കോ വെച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ ചാടി പ്രാർത്ഥന നടത്തി ഇറങ്ങി വന്നത് വിവാനും പോയി ജോമോളും പുറത്തോട്ട് പോയി അപ്പം അതുകൊണ്ട് ആണ് ഇറങ്ങി വന്നിരിക്കുന്നത് ചെരുപ്പെടുത്തിട്ടാമല്ലായിരുന്നോ ചെരുപ്പിട്ടുകൊണ്ട് വന്നെന്ന് പറയാറില്ല ചെരുപ്പേ ഇട്ടുകൊണ്ട് വന്നെന്ന് എപ്പോഴും പറയണമല്ലോ ഇട്ടുകൊണ്ട് വന്നെന്ന് എപ്പോഴും പറയണമല്ലോ തട്ടി വീഴിയല്ലേ അവരോടത്തും കാല് തട്ടി മുറിയല്ലേ പിന്നെ എന്ന് പറയണമെന്നില്ല എന്നാൾ മുഴുവൻ വേദനയായിരുന്നു കാല് തട്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റും പിന്നെ അതൊക്കെ ശരിയാ വേദനയാന്ന് പറഞ്ഞ് പറയുന്നതാരാ എലിക്കുട്ടിയില്ലേ ഞങ്ങളാണ് ഭയങ്കര വേദനയാന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ഒന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് എലിക്കുട്ടിയമ്മ പുറം കാഴ്ചകളിലോട്ട് നോക്കി നിൽക്കുവാണ് പണ്ടത്തെ മൂളിപ്പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്
മുളിപ്പാട്ടിൽ നിന്ന് മൃഗങ്ങളിലോട്ട് മാറിയിരിക്കുവാണ്. അപ്പം അടുക്കളയിലൊക്കെ പോയി നോക്കി ആളെ കാണാനിട്ട് എലിക്കുട്ടിയമ്മ തിരിച്ചു പോരുകയാണ്. പക്ഷേ ചോദിക്കുന്നില്ല, ഇവിടെ പോയെന്നൊന്നും ചോദിക്കുന്നില്ല. അവിടെ പോയിരിക്കുന്നുണ്ടോ? സിറ്റ് ഔട്ട് വേണേ പോയിരുന്നോ? സിറ്റ് ഔട്ടില്ലേ ആ കസേരയിൽ പോയി ഇരുന്നോളാം. കസേരയിലേ ആ കസേരയിൽ പോയി കുറച്ച് നേരം ഇരിക്കാൻ. ആ വഴിയെ പോണവരൊക്കെ കാണാമല്ലേ? നമുക്ക് പരിചയമുള്ളവരൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ കാണാം. പണ്ട് അമ്മ കസേര ഇരുന്ന് എല്ലാവരും വിളിക്കുമല്ലായിരുന്നു, വർത്താനം പറയുമായിരുന്നല്ലോ. സാധാരണ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എലിക്കുട്ടിയമ്മ എന്തൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ എലിക്കുട്ടിയമ്മ അങ്ങ് ചിന്താഭഗ്നയായി നിൽക്കുന്ന പോലെയാണ്. ഒന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല, കാഴ്ചകളുണ്ട്, അങ്ങനെ നിൽക്കുന്നു. അവിടെ പോയി ഇരുന്നാൽ നിന്ന് മടുക്കണ്ട. ആ കസേര പോയി ഇരുന്നാലേ, ആ കസേര പോയി ഇരുന്നാൽ നിന്ന് മടുക്കണ്ടല്ലോ. ആ കസേര പോയി ഇരിക്കുവാണേലേ നിന്ന് മടുക്കണ്ടല്ലോ എന്ന് പറയുക. കസേര പോയി ഇരുന്നു. എലിക്കുട്ടി അമ്മയോട് നിൽക്കട്ടെ. നമ്മുടെ പൊന്നുക്കുച്ച് എന്നെ എടുക്കാൻ നോക്കട്ടെ. എന്ന് പൊന്നുക്കുട്ടിക്ക് തീറ്റ കൊടുത്തായിരുന്നു, തീറ്റ കൊടുത്ത് പുറത്തിറക്കി കിട്ടിയായിരുന്നു. എന്നെ എടുക്കാൻ നോക്കട്ടെ. വെയിൽ കൊണ്ടെല്ലാം മരണ്ട്, പൊങ്ങലത്തേലെല്ലാം പുഴു കയറാൻ തുടങ്ങി. ആകപ്പാടെ ഉണ്ട്. റബ്ബറൊക്കെ തളർത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ബാക്കി എല്ലാം കരിയിരിക്കുകയാണ്. പൊന്നമ്മ എന്നെ എടുക്കുവാടി. പൊന്നമ്മ ചക്കമടലായിരുന്നു ഇന്ന് പൊന്നമ്മയ്ക്ക് കൊടുത്തത്. ചക്കപ്പുഴക്കുണ്ടാക്കിയത് ചക്കമടൽ അരിഞ്ഞിട്ട് കൊടുത്ത് പൊന്നമ്മ ചക്കമടലെല്ലാം തിന്നിട്ട് നിൽക്കുവാണ്. പൊന്നമ്മയുടെ മൂക്ക് കൂത്താറായി അല്ലേ? ഇതിനിടെ അത് തിന്നാ വെച്ചിരിക്കുന്നത് ബാക്കി പൊടിയൊക്കെ. പൊന്നമ്മയുടെ മൂക്ക് കുത്തണമെന്നാണ് പറയുന്നത്. മൂക്ക് വിവാൻ കുത്താൻ സമ്മതിക്കുകയില്ല. വിവാൻ കുത്തണ്ട, ഗ്ലാമർ പോവും, സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞ് വിവാൻ അല്ലേ? ഭയങ്കര കൊഞ്ചിപ്പള്ളിയാണ്, ഭയങ്കര കൊഞ്ചിപ്പള്ളിയാണ്. ഭയങ്കര സ്നേഹമാണ് സാധനത്തിന്. നക്കി കുണമാക്കും. ഇങ്ങോട്ട് ചുറ്റി നിൽക്കുന്നേ, ചുറ്റി കൂടി നിൽക്കുന്നേ, കയറിക്കെടുത്ത് നിന്നടി. ഇതൊന്നും ഉണ്ടോ? നമ്മുടെ ബോധയില്ല, അവിടെ കരിഞ്ഞു പോയി മൊത്തം. ബോധയെല്ലാം കരിഞ്ഞു പോയി. പൊന്നിയുടെ തീറ്റയെല്ലാം തീർന്നു, ബോധമെല്ലാം കരിഞ്ഞു പോയി. ഇതോടി കേട്ടോ, ഇല്ലോടി. എന്നാൽ പോട്ടെ. എലിക്കുട്ടിയമ്മ ഇവിടെ എന്നെ എടുക്കാൻ നോക്കട്ടെ കേട്ടോ. നമ്മുടെ കൂവളം പുറകെ നിന്ന കൂവളത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു. ഇനി മഴ പെയ്താൽ തളുക്കും ഒരുകുളം തോന്നും കൂവളത്തിൻ്റെ. ഈ പ്ലാവിലത്തോടെ ചക്കയൊന്നും കാര്യമായിട്ടുണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ചക്ക അവിടെ ഇവിടെ ഓരോന്നുണ്ടായി കാണുന്നുണ്ട്. ജാക്കപ്പൊട്ടനെ കഴിക്കാൻ കൊടുത്തില്ല, അതാണ് ജാക്കപ്പൊട്ടൻ കിടന്ന് തുള്ളുന്നത്. ഇപ്പം നമ്മുടെ എലിക്കുട്ടിയമ്മ വാതിലൊക്കെ അടച്ചു, അകത്തേക്ക് പോന്നു. ഇവിടെ അടുക്കുവാണ്, ഇവിടെ ഇല്ല. ഫാനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നാൽ ജനലൊക്കെ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോഴും അമ്മ ഓടി വന്ന് ഇവിടെ നോക്കി നിന്നിട്ട് ഈ ജനലൊക്കെ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് എലിക്കുട്ടിയമ്മയുടെ മൂളിപ്പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. മൂളിപ്പാട്ടൊക്കെ പഠിക്കൊണ്ടാണ് നിൽക്കുന്നത്. കൊന്ത കയ്യിലുണ്ട്. കൊന്ത അമ്മ ഉരുട്ടിക്കൊണ്ടായിരിക്കുന്നത് കേട്ടോ. കൊന്ത ഉരുട്ടിക്കൊണ്ടും കൂടിയാണ് പോകുന്നത്. അപ്പം ഇനി മനസ്സിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണോ പോകണമെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ കാപ്പി പിടിച്ച് വെച്ചിട്ട് കാപ്പി പിടിക്കട്ടെ കേട്ടോ. എലിക്കുട്ടിയമ്മേ, വെള്ളം വേണോ? വെള്ളം വേണോ? വേണ്ടേ? മുളിപ്പാട്ടൊക്കെ പാടി അടുത്ത ട്രിപ്പ് നടക്കാൻ പോയിരിക്കുകയാണ്. എലിക്കുട്ടിയമ്മയിൽ നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ കഴിവതൊക്കെ ഒന്നൊരു കമൻറ്റ് ഇട്ടിട്ട് കേട്ടോ. കമൻറ്റ് ചെയ്തിര് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കണമെന്നുള്ളത്. അപ്പോൾ എലിക്കുട്ടിയമ്മ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സിറ്റിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ദിവാങ്കോട്ടെ പോയി ഇരിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. എന്നാലൊക്കെ ചോദിക്കുന്നതായിരുന്നു, ഒന്നും ചോദിക്കുന്നില്ല. ദിവാങ്കോട്ടയിൽ നിന്ന് എണീറ്റ് പോയ എലിക്കുട്ടിയമ്മ ഒന്ന് നടന്ന് ഇല്ലാത്തിട്ട് ഇപ്പോൾ ഈ മുറി വന്ന് ജനലൊക്കെ അടച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ ജനലൊക്കെ ഒന്ന് അടച്ചു. നേരത്തെ ഉള്ള പരിപാടിയായിരുന്നല്ലോ ഇവിടെ വന്ന് ഈ മുറി ഒന്ന് ജനലടയ്ക്കുന്നത്. ജനലൊക്കെ നോക്കി ഒന്ന് ജനലടയ്ക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്.
ജനലൊക്കെ അടച്ചിട്ടുണ്ട്. ജനലൊക്കെ അടച്ച എലിക്കുട്ടിയമ്മ അതേ പുറത്തേക്ക് പോന്നു. പക്ഷെ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയോ ഒന്നും പറയുകയോ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഇവിടെ ഇവരെ ആരും വെച്ചാൽ അനക്കൊന്നും കേൾക്കാത്തപ്പം എലിക്കുട്ടിയമ്മ ചോദിക്കേണ്ടതാണ് ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി എന്നൊന്നും. അതൊന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല. എന്തായാലും അത് മറവിയിലോട്ട് പോയതാണോ എന്നറിഞ്ഞുകൂടാ. അതോ ഇപ്പോൾ മൈൻഡിൽ വേറെ കാര്യങ്ങളാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് എന്നാ കഥയൊക്കെ തുറന്നു കുറേ വാതിൽ ഇപ്പോൾ ഈ എലിക്കുട്ടിയമ്മ ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പം എലിക്കുട്ടിയമ്മ വാതിൽ അടുക്കളയിലെ വാതിൽ അടച്ചേക്കുമായിരുന്നേ. ഇപ്പോൾ ഞാൻ വന്ന് തുറന്നാ. അതാണിപ്പോൾ ചോദിക്കുന്നത്. വാതിൽ നമുക്ക് അടയ്ക്കണം. വാതിൽ അടയ്ക്കണം. അത് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ അകത്തൊക്കെ ചെയ്യുമ്പോഴാണ് മതി. നമുക്ക് പുറത്തെ വാതിൽ അടച്ചേക്കാം. പുറത്തെ വാതിൽ അടച്ചേക്കാം. ഇതടയ്ക്കണ്ട. പുറത്തെ വാതിൽ അടയ്ക്കാം. ഇല്ല പൂച്ചയോ ഇല്ല പട്ടിയൊക്കെ കയറി വരാതിരിക്കാനായിട്ട് പുറത്തടച്ചിടാം. ബാക്കിയുള്ള കാറ്റ് കയറട്ടെ. നല്ല ചൂടല്ലേ. നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ അടയ്ക്കണമായിരുന്നു. പാപ്പടത്തരം തരുന്നൊരു വർത്തമാനം പറഞ്ഞ കാര്യം മാത്രമാണ് അല്ലേ. ഇന്നത്തെ എലിക്കുട്ടിയമ്മയുടെ പ്രത്യേകത പറഞ്ഞ പോലെ തന്നെ എലിക്കുട്ടിയമ്മ പ്രത്യേക ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. ഇവരെ ആരെയും കാണാഞ്ഞിട്ടും എലിക്കുട്ടിയമ്മ ഇവിടെ ആരും ഇല്ലേ, ചാച്ചനമ്മ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. മുറിവഴി എല്ലാ മുറി വഴിയും പോയില്ല. ഞാൻ കിടക്കുന്ന മുറിയിലും അടുക്കളയിലും പോയി വാതിലൊക്കെ അടച്ചിട്ട് എലിക്കുട്ടിയമ്മ സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ചോദ്യങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത കാണുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിസ്സാര കാര്യങ്ങൾ മാത്രമേ ചോദിച്ച് പറയുകയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് എലിക്കുട്ടിയമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ചോദ്യങ്ങളൊന്നുമില്ല. എല്ലാം ബ്ലൈൻഡായി പോയതാണോ എന്താണോ അതൊന്നും അറിയത്തില്ല. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ചിരിയും സന്തോഷവും ആകത്തില്ലല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതിലെ വരുന്ന ഓരോരോ മാറ്റങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലേ കാലിന് വാദമൊക്കെ ഉണ്ടാവില്ലേ തണുപ്പടിച്ച്. അതുകൊണ്ട് ആ ചെരുപ്പിട്. ആ ചെരുപ്പിട്ടോണ്ട് നടക്ക്. അല്ലേ തണുപ്പായി പിന്നെ കാല് വേദനയാന്നൊക്കെ പറയല്ലേ. ചെരുപ്പിട്ടോ. ആ ചെരുപ്പിൻ്റെ കാര്യത്തിലോട്ട് കോൺസെൻട്രേഷൻ പോകുന്നില്ല. അതിടാനായിട്ട് അങ്ങനെ കൂട്ടാക്കുന്നില്ല എന്തായാലും. പിള്ളേർ നടക്കുവാ. പിള്ളേർ നോക്കിയിരുന്ന് ചിരിക്കണം എന്നാണ് ആദ്യം പറഞ്ഞത്. നോക്കിന്ന് ചിരിക്കുക. ആരേ നോക്കി ചിരിക്കുന്നേ? അതേത് പിള്ളേരാ? അതേത് പിള്ളേരാ? ആ പിള്ളേരേതാ? വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണോ ഇവിടെ ഫോട്ടോ ആയിട്ട് കേട്ടിരിക്കുന്നത്? ഈ വീട്ടിൽ വന്നതാ. അത് എലിക്കുട്ടിയമ്മയുടെ മക്കളല്ലേ? എലിക്കുട്ടിയമ്മയുടെ മൂത്ത മകനും മകളും ഒക്കെ അല്ലേ? എന്നാ ചെരിപ്പട്. ചെരിപ്പട്ടോ നടക്ക്. അങ്ങനെ എലിക്കുട്ടിയമ്മ സെറ്റ് ചെയ്യാൻ വന്നിരിപ്പുണ്ട്. ഇവരാരെയും കാണാത്തവരാണോ? അതിനാലും ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. അത് എലിക്കുട്ടിയമ്മയുടെ ചെരുപ്പല്ലേ? എലിക്കുട്ടിയമ്മയുടെ ചെരുപ്പാ. എലിക്കുട്ടിയമ്മ അത് നടന്ന് തണുപ്പ അടിച്ച് കാല് വേദനയാന്നൊക്കെ പറയും. എവിടെയെങ്കിലും ചെന്ന് വിരലൊക്കെ മുട്ടും. എന്നാൽ കഴിഞ്ഞ ദിവസം മുട്ടി മുറിഞ്ഞില്ലേ? തൊലി പോയില്ലേ? അതുപോലെ എന്നിട്ട് വേദനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതും കൂടെ ഇട്ടോണ്ട് നടക്ക് കേട്ടാ. ഈ ചെരുപ്പ് ഇട്ടോണ്ട് നടക്ക്. നല്ല മഴയുള്ള ചെരുപ്പല്ലേ? ആര് പറഞ്ഞു? നല്ല സൂട്ടാ ഉണ്ടോ? നല്ല ഭംഗിയാ. കേട്ടിട്ട് നല്ല ഭംഗിയല്ലേ? എന്തായാലും ഇങ്ങനെ ആരോ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കുകയാണ്. വേഴാമ്പലം നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കുന്നു. പക്ഷെ വർത്താനൊന്നും പറയുന്നില്ല. എലിക്കുട്ടിയമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. എന്നെ പറയണമെന്ന് എന്നോട് ചോദിക്കുക. എലിക്കുട്ടിയമ്മ ഒന്നും ചോദിക്കുന്നില്ലെന്ന് പറയുക. അല്ല ഇപ്പോൾ പല വട്ടം ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ആരുമില്ല, ഇവിടെയുള്ളവരെല്ലാം അവിടെ പോയെന്ന് ചോദിക്കുന്നത്. സാധാരണ ഈ സിറ്റിയിലൊന്നും അങ്ങനെ വന്നിരിക്കുന്നതല്ല. ഇത് എന്നാ ഇന്ന് വന്ന് ആ സിറ്റിയിലേക്ക് ഇരിപ്പുണ്ട്. എത്ര പേരാ നോക്കണേ? എത്ര പേരാ അത്? ആരൊക്കെയാ? ആരാ എന്ന് പറഞ്ഞ അത് എലിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? എലിക്കുട്ടിയമ്മയുടെ ചേർത്തിനീത്തിമാരും മക്കളും ഒക്കെ അല്ലേ? എലിക്കുട്ടിയമ്മയുടെ ചേർത്തിനീത്തിമാരും മക്കളും ഒക്കെയാ.
ഇവിടെ അതിലെ അതുങ്ങൾ കാരണന്മാർ ഇവിടെ ജീവിക്കണം. ആ കാരണന്മാർ ജീവിക്കുന്നത് അത് കറക്റ്റാ. കാരണവത്തി ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ. കാരണവത്തേ ഉള്ളൂ, കാരണമില്ല. എത്ര വൃക്ഷം ജീവികളാണെന്ന് വെച്ചാൽ മറ്റേന്ന് ഓരോ കൊമ്പ് കൊത്തിക്കൊണ്ട് പോകണം. ആ കാക്കയല്ലേ എന്ത് കൊത്തി തിന്നണ്ട. ആ കാക്കയല്ല, ഓലഞ്ഞാലിയാ. തിന്നാൻ കൊള്ളാമെന്ന്. ഓലഞ്ഞാലിയാ. അത് കൂടുണ്ടാക്കാൻ കൊണ്ടുപോകണമായിരിക്കും. കമ്പ് കുത്തിയെടുത്തോണ്ടേ കൂടുണ്ടാക്കാൻ കൊണ്ടുപോകണമായിരിക്കും. ഓലഞ്ഞാലിയും കാക്ക ഇപ്പോൾ കമ്പിക്കാണ് കൂടുണ്ടാക്കണേ. മരക്കമ്പ് കൊണ്ടൊന്നുമില്ല. കാക്കയ്ക്ക് ഇപ്പം കമ്പിയേ പറ്റുള്ളൂ. ഉള്ള റബ്ബർ വിട്ടുന്ന റബ്ബറിൻ്റെ ചിരട്ട വെക്കുന്ന കമ്പിയും അല്ലാത്ത കമ്പിയെല്ലാം പറിക്കൊണ്ട് പോവുക കാക്ക. അടുക്കളയുടെ അവിടെ നിന്ന് ലൈറ്റല്ലേ, അത് പുറത്താ വെളിച്ച വെട്ട. അത് പുറത്തുനിന്നുള്ള വെട്ടമല്ലേ, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ലൈറ്റൊക്കെ കിടത്തേക്കുവാ. ഇന്നലെ അടുക്കള ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു അമ്മയായിരുന്നു. ഇന്ന് അടുക്കളയുടെ കാര്യം പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ വാതിലങ്ങ് അടച്ചേക്കാം. എന്നാ എനിക്കറിയത്തില്ല എന്നാന്ന്. ഇരിക്കുന്നവരൊക്കെ നോക്കി ഇരിക്കുന്നത് ആരൊക്കെയാ ചിരിക്കുന്നവരാരൊക്കെയാ? നിങ്ങളൊക്കെ ഉണ്ടാക്കണ കണ്ടോ? ആ നമ്മളുണ്ടാക്കണോണ്ട് ചിരിക്കുമല്ലേ. ആ ഞാൻ ഉടുപ്പിട്ട് ഇപ്പോൾ തന്നെ അലിക്കുട്ടമ്മ പറയണേ, അത് എങ്ങാണ്ട് പോകാൻ വേണ്ടി തുണിയൊക്കെ മാറുവന്ന്. പിന്നെ എങ്ങാണ്ട് പോകാൻ വേണ്ടി തുണിയൊക്കെ മാറുവന്നല്ലേ എലിക്കുട്ടിയമ്മ പറഞ്ഞേ അല്ലേ? ഇത് ഇവിടെ നോക്കി, ഇതാരൊക്കെ ഇരിക്കുന്നേ? നോക്കി ഇതാരൊക്കെയാന്ന് അറിയല്ലേ? പിന്നെ ഇത് എലിക്കുട്ടിയമ്മയല്ലേ ഇരിക്കണേ? നോക്കി ഇരിക്കുന്ന എലിക്കുട്ടിയമ്മയല്ലേ? നോക്കി ഞാറുകുളത്തല്ലേ എലിക്കുട്ടിയമ്മയായിരിക്കുന്നത്. അതെ എലിക്കുട്ടിയമ്മ. ഞാനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടോ? എന്നാ വ്യത്യാസം? തലമുടിയൊന്നും നരച്ചിട്ടില്ലല്ലേ? അതിന് തലമുടിയല്ല നരച്ചതല്ലേ? ആ ഫോട്ടോ വീഡിയോ കാണുന്ന നമ്മുടെ തലമുടിയല്ല നരച്ചതാ. എലിക്കുട്ടിയമ്മയുടെ തലമുടിയൊന്നും നരച്ചിട്ടില്ലല്ലേ? അങ്ങനെയാണോ? എൻ്റെ തലമുടിയെല്ലാം നരച്ചില്ലെന്നാണോ പറയണേ? എന്നാ ആണോ? പ്രായം കഴിയുമ്പോൾ നരയ്ക്കുമല്ലേ? ഉള്ള ആൾക്കാരൊന്നും അല്ല. എത്ര വയസ്സുണ്ട്? ആ അതെ അതെ അതെ. എത്ര പ്രായമുള്ളവരല്ലേ? അതിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ആലോചിക്കുന്നേ എലിക്കുട്ടിയമ്മ എന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ ഒന്നും ആലോചിക്കാനില്ലേ? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയണമെന്നാണല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. ഈ ഫോട്ടോ ഇരിക്കുന്ന ആരാ എലിക്കുട്ടിയമ്മേ? എന്തോ ഭയങ്കര ചിന്തയിലാണ്. ഇതിങ്ങോട്ട് അതുകൊണ്ട് നോക്കുന്നുമില്ല, പറയുന്നുമില്ല, ഒന്നുമില്ല. എന്താ ഇത് അമ്മച്ചി അങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ? ഉണ്ടോ അവിടെ ഒരു അമ്മച്ചിയാണോ അത്? ആണോ? എന്നാ പ്രായം കാണുമായിരിക്കും? 19 വയസ്സ് കാണും. 50 80? 50 കാണും. 50 ഉള്ളൂ. കൂടെ ഇരിക്കുന്ന ചെറുക്കൻ 50 വയസ്സുണ്ട്. കൂടെ ഇരിക്കുന്ന ചെറുക്കനെ 50 വയസ്സുണ്ട്. കൂടെ ഇരിക്കുന്ന ചെറുക്കനല്ലേ? ആ ചെറുക്കൻ 50 വയസ്സുണ്ട്. അപ്പം ആ അമ്മച്ചിക്ക് എത്ര വയസ്സ് കാണും? ഒരു 19 വയസ്സ് കാണുമോ? 85 വയസ്സ് കാണുമോ അമ്മച്ചിക്ക്? ആ അമ്മച്ചിക്ക്. ആ എലിക്കുട്ടി അമ്മച്ചിയാ ഞാറുകുളത്തേലെ. അല്ലേ? പിന്നെ എവിടുത്തെയാ? അത് എവിടത്തെങ്കിലും വന്നോളൂ. അതൊക്കെ ഓരോരുത്തർക്കും ഉണ്ട്. ആ ഓരോരുത്തർക്കും ഉണ്ട്. ഞാറുകുളം ഉദ്രക്കെട്ടല്ലേ എലിക്കുട്ടി അമ്മച്ചിയാണത് കേട്ടോ. അവിടെ കഴിഞ്ഞ കൊല്ലം 2 വർഷം ഇവിടെ കിടന്നു പ്രാർത്ഥിച്ച് പോയത്. പ്രാർത്ഥിച്ചിട്ട് പോയാണോ? ആര്? എലിക്കുട്ടിയമ്മയാ? ആ എലിക്കുട്ടിയമ്മ 2 വർഷമല്ല, എലിക്കുട്ടിയമ്മ എന്നും പ്രാർത്ഥനയാണ്. അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എലിക്കുട്ടിയമ്മ സ്ഥിരം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും.
ദിവസം 3, 4, 5 തവണ പ്രാർത്ഥനയായിരിക്കും കേട്ടോ. കൊന്തയും പിടിച്ചുകൊണ്ട് കൊന്തയും ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും എലിക്കുട്ടിയമ്മ. ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ കേട്ടോ. ചെറുക്കൻ അവിടെ നിന്ന് ചിരിച്ചു കാണിക്കുന്നത്. എലിക്കുട്ടിയമ്മയ്ക്ക് എന്നിട്ട് ചിരി വരുന്നില്ലല്ലോ. അവൻ നോക്കി ചിരിക്കാം. അവൻ നോക്കി ചിരിക്കുക. എലിക്കുട്ടിയമ്മയ്ക്ക് എന്താ ചിരി വരാത്ത? അമ്മച്ചിയും ചിരിക്കുന്നില്ല. അമ്മച്ചി പണക്കാൻ തോന്നല്ലേ? അമ്മച്ചി പണക്കാൻ തോന്നണല്ലേ? പണക്കൊന്നുമില്ലേ? എങ്ങനെ കിടക്കാനോ? പിണക്കമൊന്നുമില്ലെന്ന് ചോദിച്ചേ. അപ്പോൾ നേരത്തെ ഇങ്ങനെ വന്നൊക്കെ ഇരിക്കുമ്പോൾ അമ്മ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു. ഫോട്ടോയിൽ നോക്കിക്കൊണ്ടൊക്കെ, വീഡിയോ നോക്കിക്കൊണ്ടൊക്കെ, സ്വന്തം രൂപത്തെ നോക്കിക്കൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയണ അമ്മയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അമ്മ മൊത്തം മൗനമാണ്. ഇന്നധികം വർത്തമാനങ്ങൾ പറയുന്നില്ല. അതാണ് അമ്മയുടെ ഇന്നത്തെ ഒരു ദിവസത്തെ മാറ്റം. നാളെ എങ്ങനെയാവുമെന്ന് നമുക്ക് നാളത്തെ നോക്കാം. അവരെ പറഞ്ഞു വിട്ടാക്കട്ടെ. എലിക്കുട്ടിയമ്മ ഒന്ന് ചിരിച്ചേര്. ഒന്ന് ചിരിച്ച് ടാറ്റ കൊടുത്തേര്. ഒന്ന് ചിരിച്ച് ടാറ്റ കൊടുത്താക്കാൻ ഇവർക്ക് വേണ്ടേ? ഞാൻ പോവാം. എവിടെ? ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ഏത് വീട്ടില്? എനിക്ക് ഇവിടെ വീടുള്ള ഉള്ള വീട്ടിലോട്ട് പോകും. അതേതാ വീട്? ഉള്ള വീട് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. വീട് ഏതാണെന്നറിയണ്ടേ? വീട്ടുപേരണ്ട? വീട്ടുപേരറിയാവോ? അത് പറഞ്ഞിട്ടെന്നാ കാര്യം? പറഞ്ഞിട്ടല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് വീട്ടിലാണ് പോകേണ്ടതെന്നുള്ളത്. അത് പോകേണ്ട സമയമാകുമ്പോൾ അങ്ങ് പോകണം. പോകേണ്ട സമയമാകുമ്പോൾ പോയാൽ മതി അല്ലേ? ആരാ കൊണ്ടുപോകാൻ വരുന്ന? തന്നെ പോവോ? ആരെങ്കിലും കൊണ്ടുപോകാൻ വരുമോ? ആരെങ്കിലും കൊണ്ടുപോകാൻ വരുമോ എലിക്കുട്ടിയമ്മേ? അപ്പോൾ അതൊക്കെ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇപ്പം നിലവിൽ ആളാപ്പാടെ ഒന്നും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത കാണുന്നത്. 2 ദിവസമായിട്ട് ക്ഷീണങ്ങളൊക്കെ കുറവുണ്ട്. സംസാരമൊക്കെ തിരിച്ചു വരാൻ വേണ്ടി എന്നാൽ എല്ലാവർക്കും രസകരമാകും. അതിനിയിപ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. മുന്നോട്ടുള്ള ആ മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണോ അതോ മുന്നോട്ട് ഇനി ഇങ്ങനെയുള്ള മാറ്റങ്ങളാണോ വരുന്നതെന്നൊക്കെ നമുക്ക് മുന്നോട്ട് ഓരോ ദിവസത്തെയും കാണുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇവരെ പറഞ്ഞു വിടുക. എലിയില്ലെങ്കിൽ പോട്ടെന്നോ? അങ്ങനെ വിടാൻ പറ്റുമോ? അമ്മച്ചിയില്ലേ? അത്രയും പ്രായമുള്ള അമ്മച്ചിയില്ലേ? അങ്ങനെ വിടാൻ പറ്റുമോ? ഇത്രയും പ്രായമുള്ള അമ്മച്ചിയില്ലേ? അങ്ങനെ വിടാൻ പറ്റുമോ? ഇതിലെങ്കിലും ചുമ്മാ വിടാൻ പറ്റുമോ? അത്രയും പ്രായമുള്ളതല്ലേ? വല്ലയിടത്ത് വീണാലോ? അതല്ലേ അമ്മ എലിക്കുട്ടിയമ്മല്ലേ പറഞ്ഞു ഇപ്പം അതിനെ അങ്ങ് എലിയിലും പോട്ടെന്ന് പറഞ്ഞേ? എലിക്കുട്ടിയമ്മല്ലേ പറഞ്ഞേ അത് ഇതിലെങ്കിലും പോട്ടെന്ന് പറഞ്ഞേ? അപ്പോൾ ഒത്തിരി നാളായി എലിക്കുട്ടിയമ്മയായിട്ടിരുന്നുകൊണ്ടൊരു സെൽഫി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് എടുത്തതാ കേട്ടോ. ഓക്കെ, ഇതാരാ ഇത്ര നേരം എലിക്കുട്ടിയമ്മയുടെ കൂടെ ഇരുന്നേ? ഇത്ര നേരം എലിക്കുട്ടിയമ്മയുടെ കൂടെ അടുത്തിരുന്ന ആരാ? ഇത്ര നേരം ഒരാൾ എലിക്കുട്ടിയമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലോ. എലിക്കുട്ടിയമ്മയുടെ അടുത്തേ ഒരാൾ ഇരിപ്പില്ലായിരുന്നോ? അതാരായിരുന്നു? അടുത്തുള്ളവരാണോ? എലിക്കുട്ടിയമ്മയുടെ മകനല്ലേ? എലിക്കുട്ടിയമ്മയുടെ മകനായിരുന്നു കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ മകൻ ജോമോനായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ മകൻ ജോമോനാ കൂടെ ഇരുന്നെ. എലിക്കുട്ടിയമ്മയുടെ ഇളയ മകൻ ജോമോനാ കൂടെ ഇരുന്നെ. എത്ര പേരായിരുന്നു? 1, 2, 3, 4, 5, 6, 7 പേരുണ്ട്. 7 പേരുണ്ട്. 4, 3, 7 പേര്. വല്യപ്പനും ഇവിടെ. അവിടെ എത്ര പേരുണ്ട്? 3. എത്രയുണ്ട്? 1, 2, 3, 4, 5, 6. 7 പേര്. 7 പേരുണ്ട്. അത് 7 പേരുണ്ടോ? അത് 6 പേരല്ലേ ഉള്ളൂ? അത് 6 പേരേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ ചേട്ടത്തിയനിയത്തിമാരും. മറ്റേത് ഇവിടുത്തെ വല്യപ്പനും മക്കളും. അവർ 7 പേരുണ്ട്. അത് ശരിയാ.
നമുക്ക് എലിക്കുട്ടിയമ്മയുടെ ചേട്ടത്തിനിയത്തിമാരെ ഫോട്ടോ എടുത്ത് കൊടുത്തൊന്ന് നോക്കാം. എലിക്കുട്ടിയമ്മ അവരെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ എടുത്തൊന്ന് കൊടുത്ത് നോക്കാം. എന്താ പറയാമെന്നറിയാലോ. ഇതാരൊക്കെയാണ് ഇതിനകത്തിരിക്കണേ അറിയോ? ഇതാരൊക്കെയാണെന്നറിയോ? ഈ ഫോട്ടോ ഇരിക്കുന്നവരെയൊക്കെ വല്ല പരിചയമുണ്ടോ? ഇല്ല. ആരും മനസ്സിലാകുന്നില്ല. അത് എലിക്കുട്ടിയമ്മ ഉണ്ടോ നോക്കിയേ. അവരൊക്കെ ചിരിച്ചോണ്ടിരിക്കുക. എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇതാരൊക്കെയാണ്? ആരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി പ്രായമുള്ളതെന്നോ? ഒത്തിരി പ്രായമുള്ളതുങ്ങളാ. എല്ലാവരും നരച്ചവരാന്ന് മാത്രമേ ഉള്ളൂ. ഇതാരാന്നറിയാവോ? ഇത് ഈ സാരി ഉടുത്തിരിക്കുന്നേ ഒന്ന് കണ്ടു നോക്കി. ഇല്ലേ? അത് പെണ്ണമ്മയല്ലേ? പെണ്ണമ്മ, അമ്മയുടെ അനിയത്തി പെണ്ണമ്മയല്ലേ അത്? എലിക്കുട്ടിയമ്മയുടെ അനിയത്തി പെണ്ണമ്മയാണത്. എലിക്കുട്ടിയമ്മയുടെ അനിയത്തി പെണ്ണമ്മയില്ലേ? പെണ്ണമ്മയാണ് ഈ സാരി ഉടുത്തിരിക്കുന്നത്. പെണ്ണമ്മേനെ ഓർക്കുന്നുണ്ടോ? അത് ആ ട്രെൻഡിൽ നിന്നൊക്കെ ഇപ്പോൾ വിട്ടു നിൽക്കുവാണ്. അതുകൊണ്ടിപ്പം വേറെ എന്തോ ഒരു ചിന്തയിലാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഒന്നിനും റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് പോയി കിടക്കാന്നുള്ള ടെൻഡൻസി ഇന്നില്ല. ഇന്നിപ്പം മാറി. ഇന്നിപ്പോൾ അതിനുള്ള സിറ്റ് വന്നിരുന്നിട്ട് എലിക്കുട്ടിയമ്മ എണീക്കുന്ന വഴിയിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. മൂഡ് മാറിയിരിക്കുന്നതിൻ്റെയാന്ന് തോന്നുന്നു. വഴിയിലോട്ട് ദൃഷ്ടി വെച്ച് നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് മാത്രം. എന്തായാലും സെറ്റിയിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് നല്ല ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. എലിക്കുട്ടിയമ്മ നോക്കിയിരുന്ന് മടുത്ത് ഇന്ന് മുഴുവൻ സെറ്റിലിരിക്കുമായിരുന്നു. ഇത്ര നേരവും ഈ സെറ്റിയെ കുത്തിയിരിക്കുമായിരുന്നു. ആരുമില്ലായിരുന്നോ? അമ്മയുടെ മകനില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അങ്ങനെ എപ്പോഴും പറയണം. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ വേണം വീട്ടിലല്ലേ. ഇതിപ്പോൾ ഇവിടെ എങ്ങനെ നോക്കിയിരിക്കും, ഒന്നും ചോദിച്ചില്ല. അപ്പം നമ്മൾ ഓരോ വ്യത്യാസങ്ങളങ്ങോട്ട് കാണിക്കാമെന്നോർത്താ. ഒന്നും ചോദിച്ചില്ല. ഇവിടെ ഇരുന്ന് ഫോട്ടോ നോക്കിയിട്ട് എത്ര പേരൊക്കെ ഉണ്ട് അത് പറഞ്ഞല്ലാണ്ട് ഇവിടെ ആരും ഇല്ലെന്നുള്ളോ ഒന്നും ചോദിച്ചില്ല. ഇച്ചിരി വെള്ളം തരട്ടെ, ഉണ്ടാക്കി വെള്ളം കുടിക്കാൻ തരട്ടെ. ഇനിയിപ്പോ വെള്ളം കൊടുത്താൽ ചോറ് കഴിക്കുകയല്ലായിരിക്കും അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. വേണമെന്നില്ല എന്ന് പറയുന്നതിനകത്ത് വേണമെന്നുണ്ട്. ഒരു വെള്ളം ഒരു പഴം അങ്ങ് കൊടുക്കാം. ചോറിനേക്കാളും ഭേദാ അല്ലേ? ജ്യൂസും എന്നെ മോനെ. ഞാൻ കുറുപ്പന്തറ വരെ പോയിട്ട് വരാവേ. ഇപ്പം മോളെ ഇവിടെ ഒരു കേസുണ്ട്. കേസ് പാമ്പ് കൊടുത്താ